അപ്പം മച്ചാന്മാരെ നമ്മളെ പുതിയ വീഡിയോ വരെയാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കരിമീൻ പൊള്ളിച്ചത് നാടൻ സ്റ്റൈലിൽ. ഓക്കെ, അത് വിളിക്കും ഇവിടെ നിന്ന് വിളിക്കട്ടല്ലേ. അപ്പോൾ നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. മീനിന് ഇങ്ങനെ കായൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി വന്മാരൊന്ന് സെറ്റാവട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നല്ല കരിമീനിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ മസാല ഒക്കെ തേച്ചിട്ട് വെച്ചാണ്. ഇനി നമ്മളതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ചട്ടിയൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായ ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നല്ലതിൽ. അപ്പോൾ നമ്മൾ ആദ്യം വേപ്പിൻ്റെ ഇലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അങ്ങനെ മീൻ നമ്മളിത് ഉരുളിയിലേക്ക് ഇങ്ങനെ നല്ല ഇതിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ്. ആ വേപ്പിൻ്റെ കൂടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. മസാല കൂട്ടിയതിൽ നമ്മൾ വേപ്പിൻ്റെ അരച്ച് ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ കായത്തിൽ ചേർക്കുന്നുണ്ടെങ്കിൽ കയ്പ്പ് വരും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ്റെ അങ്ങനെ ചെയ്തത്. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മറച്ചിടാം. ഒരു ഭാഗം ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടി ആയിരുന്നാണ്ടാണ് നമുക്ക് ഇതെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നല്ല മീൻ പൊള്ളിക്കാനുള്ള മസാല കൂട്ടാം. അപ്പോൾ എന്തായാലും മീനിത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തായി നമ്മൾ ഇതിലേക്ക് ചെറുള്ളി, അതായത് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് മീൻ പൊള്ളിക്കാം. 1/2 കിലോ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. മീനിൽ അത്യാവശ്യം മസാല ഉള്ള കാരണം നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ മസാല കൂട്ടാനായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വാഴയുടെ ഇലയിലേക്കായിട്ട് മാറ്റി വെക്കാം. ഉപ്പ്, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മൂത്ത് വരുന്ന വരെ നല്ല ഉള്ളിയിലൊക്കെ പിടിച്ച് നല്ല മൂത്ത് ചേർക്കുക. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട്
മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ഒന്നത് ചെറിയ തീയിൽ നമ്മളിങ്ങനെ വാട്ടിയെടുക്കുകയാണ്. ഇതധികം കരിയാനും പാടില്ല. സോസാണ് ഒഴിക്കുന്നത്, ടൊമാറ്റോ സോസ്. അപ്പോൾ നമ്മളെ കരിമീനേക്കുള്ള മസാല ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം കരിമീനിക്ക് മസാല കൊണ്ട് തേച്ച് കൊടുക്കുക. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു സെറ്റാണ്. മീനൊക്കെ ഉരുളിയിലേക്ക് വെച്ചിട്ട് പൊള്ളിക്കാനുള്ള പരിപാടിയിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ കരിമീൻ പൊള്ളിച്ചതൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മളിനി ഇത് ഇലയെന്നൊക്കെ ഒന്ന് പുറത്തെടുത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് പോവുകയാണ്. നല്ല മസാല ഒക്കെ ശരിക്കും അതിൽ പിടിച്ചിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മളെ കൂടുതലുള്ളവർക്കൊക്കെ വായയിൽ ഇത് കൊതി വീടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ചെറുനാരങ്ങൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൈസലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് അടിപൊളി സാധനം കേട്ടാ. മസാല ഒക്കെ വേറെ ലെവലാണ്. പൈസൽ കഴിച്ചു നോക്ക്. ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ഇപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞതിൻ്റെ ഒക്കെ സൂപ്പറായിട്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും എങ്ങനെയുണ്ടെന്ന്. പൈസലെ ഇന്നത്തെ നമ്മളെ കരിമീൻ പൊളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. പൈസൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മസാല ആയിരുന്നു. നിങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക എന്താണ് അഭിപ്രായം, വേറെ എന്തെങ്കിലും അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ പുതിയ ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നാടൻ ബ്രാലായിട്ട്, അതായത് ചിപ്സ് ലെവലിൽ നമ്മൾ നുറുക്കിയിട്ട് നാടൻ ഫ്രൈ അതായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവരും ബൈ ബൈ. ബൈ.